ഇത് വീട്ടിൽ നിന്ന് കുറച്ച് പണി ഉണ്ടായി. അപ്പൊ ഇന്ന് എൻ്റെ ജോലി ചെയ്ത മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരു സംഭവം. വീടിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് കാട് കയറിയിട്ടുണ്ട്. റോട്ടിൽ എടുക്കുന്നത് നോക്കിയാലും ഭയങ്കര അവസ്ഥ. അതാണ് പറയുന്നത്. എന്നിട്ട് മിഷനെല്ലാം എടുത്ത് വാടക പോയിട്ടുണ്ട്. മിഷൻ വാടക പോയി എടുത്ത് കാട് എന്നിട്ട് അങ്ങനെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൻ്റെ ബാഗ് മൊത്തത്തിൽ കാട് പിടിച്ചിട്ടുണ്ട്. വൃത്തിയാക്കി പാട് പിടിച്ചു. ആദ്യമായിട്ടെന്ന് വെച്ചാൽ മുമ്പ് ഞാൻ പിന്നെ കുറേ നിർത്തി ഈ മിഷൻ കൈ തുടരെ ഇങ്ങനെ ഇഷ്ടമുള്ള പരിപാടി. അതിലിപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും മിഷനെല്ലാം വാങ്ങിക്കൊണ്ടെന്നിട്ട് ഇട്ടു. എന്നിട്ട് അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തപ്പോൾ എന്തൊരായതെന്നറിയാം, എന്തോ വൃത്തിയാണെന്നറിയാം കാണാൻ. അതിനിടയ്ക്ക് മിഷൻ ഓഫായി പോയിട്ടുണ്ടായി. എന്താണെന്ന് അറിയില്ല. ഇടക്കിടക്ക് ഇങ്ങനെ മിഷൻ ഓഫാവുമോ? നല്ല വൃത്തിക്കായിട്ട് കട്ടായിട്ട് പോകണ്ടേ. നോക്കി ഏകദേശം ഒരു അവശനായി ഞാൻ. അവശനായെന്ന് വെച്ചാൽ നന്ന അവശനായി. കഴിഞ്ഞു. എൻ്റെ ബൈക്കാണ് അങ്ങനെയുള്ളത്. ഇതാണ് കേട്ടോ വൃത്തിയാക്കിയപ്പോൾ എന്താ കാണാൻ വൃത്തിയെന്നറിയാം. കുറേ ഭാഗം ചെത്തി വൃത്തിയാക്കി നല്ല ക്ലിയറായി. കണ്ടോ നോക്കിയേ. ഇനി ഈ ചെറിയ സെറ്റപ്പും കൂടി വൃത്തിയാക്കണം. പിന്നെ അതിൻ്റെ അപ്പുറത്തെല്ലാം ഉണ്ട്. പിന്നെ വീടിൻ്റെ ബാക്ക് വശത്തുണ്ട്. ഞാൻ നല്ല ടയർഡായി പോയി. എന്നാൽ കുറച്ചൊരു നല്ലൊരു വെയിലും ഉണ്ടായി. വൈകുന്നേരം ആകാനാകുന്ന സമയത്ത് തന്നെ നല്ലൊരു മഴ പെയ്തു. ഞാൻ കഴിഞ്ഞു. കുറച്ച് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് വിശ്രമിക്കുന്ന ഇടയിൽ നല്ല പെയിനിങ് ഉണ്ടായിരുന്നു കേട്ടോ. നടു ഭയങ്കര പെയിനിങ്. പിന്നെ അത് വൈകുന്നേരം ആയപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ചു. എൻ്റെ ഒരു പഴയ പാൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കി നേരെ വിട്ടു. ഈ ചെക്കിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ, നല്ല മനുഷ്യനാണ്. അവരിതാണ് ഈ മിഷൻ. ഒരു ദിവസത്തേക്ക് 300 രൂപ, 260 റുപ്യൻ്റെ എണ്ണയും. അങ്ങനെ പീടിയിലെടുത്തു. അയാളെന്തോ അവിടെ ചെയ്ത് മിഷൻ വേണമെന്നവർക്ക് ഈ നമ്പറിൽ വിളിക്കാം കേട്ടോ. കുഞ്ഞു പീടിയാണ്. ഞാൻ കൊണ്ട് ചിന്നതാണ് അർബാനൻ്റെ